ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര ഒരു എന്നാ പറയുക, ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. വല്ലപ്പോഴും നമുക്കിങ്ങനെ മഴ ലഭിക്കുന്നതും ഒരു സുഖം തന്നെയാണ് അല്ലേ. എപ്പോഴും വെയിലായാലും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ നന്നായിട്ട് നനഞ്ഞ് എന്താണ് നല്ല കുറച്ചും കൂടെ മഴ പെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വൃത്തിയാവും അല്ലേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെടികൾ, നമ്മുടെ ഒലീവ്സിലൊക്കെ നല്ല വെള്ളം ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നു. പിന്നെ അതുപോലെ കണ്ടില്ലേ, നമ്മുടെ എന്താണ് പക്ഷികളുടെ ഒച്ചകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഏതോ മരത്തിലിരുന്നാണ് ഈ പക്ഷി ഒച്ചയൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മുയലിനെ തുറന്നു വിട്ടിട്ടില്ല, കാരണം മഴ ആയതുകൊണ്ട്. പിന്നെ പുള്ളിക്ക് ഭയങ്കര പുള്ളി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു 2 മണിക്കൂർ എടുക്കും പുള്ളി തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മോർണിംഗ് കാഴ്ച കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുളം ഒന്ന് നോക്കാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ കുളം കേട്ടോ. ഇതുണ്ടോ, നമ്മുടെ ഒലീവ്സാണ്. കുളത്തിലിങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുന്നു. മഴയത്ത് ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് കയറി കേട്ടോ. അപ്പോൾ അങ്ങ് അവിടെ അകലങ്ങളായിട്ട് കാണുന്നത് എന്നാണെന്നറിയോ, ഒരു ചട്ടിക്കകത്ത് പച്ച ഇലകൾ കാണുന്നില്ലേ, അത് നമ്മുടെ പൊട്ടാറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് വളർന്നു വരുന്നതാണ്. അപ്പോൾ അത് ഒത്തിരി സ്പ്രെഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചട്ടി പോരാ, ഇനി ചട്ടി മാറ്റി വെക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല പക്ഷികളുടെ കോകില ശബ്ദങ്ങളും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്ത് ഭംഗിയല്ലേ, എന്ത് രസമാണ്. ഇങ്ങനെ രാവിലെ ഒരു കോഫി കുടിച്ച് ഇങ്ങനെ മുറ്റത്തോട്ട്, നമ്മൾ പറയല്ലേ നിലാവത്തോട്ട് നോക്കിയിരിക്കാമെന്ന്. നിലാവല്ല എങ്കിലും മഴയത്തോട്ട് നോക്കിയിരിക്കാൻ നല്ലൊരു രസം, നല്ലൊരു സുഖം അല്ലേ, സന്തോഷം ദൈവം അനുഗ്രഹിച്ച്. പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൃഹാതുരത്വം അല്ലേ, നൊസ്റ്റാൾജിക് ഫീലിങ്സ്, ഇതെല്ലാം നമുക്ക് അയവിറക്കാൻ പറ്റിയൊരു സമയമാണ്, തിരിച്ചു വരുന്ന ഒരു സമയമാണ് ഇതൊക്കെ. ഇപ്പോൾ രാവിലെ ഞാനിവിടെ കോഫിയൊക്കെ ഉണ്ടാക്കി, കോഫിയല്ല കേട്ടോ, ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം മുട്ട പുഴുങ്ങി, ഒരു 5-6 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം എനിക്ക് മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോപ്പിൽ പോയി മീനൊക്കെ മേടിച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് മീൻ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ഇന്നലെ രാത്രി നന്നായിട്ട് കഴുകി വെട്ടി കുറേ ഫ്രീസർ കയറ്റി അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഉണ്ടല്ലോ, നേരത്തെ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ പറയാൻ വന്നത്, എനിക്ക് മുട്ട എത്ര കഴിച്ചാലും ഞാൻ എന്നാ പറയണ്ടേ, പുഴുങ്ങിയ മുട്ട ഞാൻ എത്ര വേണേലും കഴിക്കും കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഞാൻ പണ്ട് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ്, നമുക്കന്നേരം ഹോസ്റ്റലിൽ നിന്ന് ഒരു മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്ക് മുട്ട ഇഷ്ടമില്ലാത്തവർ എനിക്ക് തരും കേട്ടോ. എനിക്ക് പുഴുങ്ങിയ മുട്ട പണ്ട് മുതലേ, വീട്ടിലായിരുന്നപ്പം പുഴുങ്ങിയ മുട്ട ഞാൻ എന്ത് വേണേലും കഴിക്കും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഒത്തിരി കഴിക്കരുത്, എങ്കിലും ഞാൻ കഴിക്കും കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പെട്ടെന്ന് ഒരു മീൻകറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മീൻകറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വലിയ കാര്യമായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം നമ്മുടെ കടുകും പിന്നെ ഉലുവയൊക്കെ ഇട്ട് ആദ്യം നന്നായിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി വിടണം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിനകത്ത് കൂടുതൽ അലങ്കാര ഭംഗികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ മുളകിട്ട് മീൻകറിയാണ്. നമ്മുടെ തക്കാളി ചെറുതായിട്ട് ഒരു 1/2 കഷ്ണം സവാളയും പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ പുളി കേട്ടോ. പുളി ഇന്നലെ വെള്ളത്തിട്ട് വെച്ചാണ്. പിന്നെ നമ്മുടെ ഫിഷ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എന്താണ്, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടാൽ മതി. ഇനി ഞാൻ ഫിഷ് മസാല മേടിച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നത് മാത്രം. ഇന്നലെ മലയാളി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ട സാധനം എനിക്ക് കിട്ടി കേട്ടോ. നമ്മുടെ എന്താണിത്, കൈപ്പയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വല്ലപ്പോഴും കുടിക്കാറുണ്ട് കേട്ടോ. നല്ലതാണ് ജ്യൂസ് കുടിക്കുന്നത്, നല്ല അയണാണല്ലോ. പിന്നെ ഇത് ഞാൻ സാധാരണ തോരൻ വെച്ചാണ് കഴിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ റെഡിയായിക്കൊണ്ടേയിരിക്കുന്നു, തിളച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാ ഭംഗിയല്ലേ കാണാൻ, സൂപ്പർ. അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല ഇന്ന് കുറച്ചും കൂടെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്, ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് സ്വയം തോന്നുന്നു. ഞാൻ എന്നെ തന്നെ പൊക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് ആരും കേട്ടോ. അപ്പോൾ നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ സൂപ്പറായി തിളച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ.
ഹലോ, ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് രാവിലെ ഇന്നലെ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് നല്ലൊരു മീൻ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ നല്ലൊരു മുളകിട്ട് മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങിലാണ് കേട്ടോ. ഇതിന് സാധാരണ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെ മുളക് പൊടി മാത്രം ഇടുന്നുള്ളൂ. പിന്നെ എന്താണ് കുറച്ച് ഞാൻ തക്കാളി ഇങ്ങനെ മുകളിൽ കൂടെ വിതറുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ. ചെറുതായിട്ട് കുനുകുനാന്ന് തിക്നെസ് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടും കേട്ടോ. ലാസ്റ്റ് അതിന് കുറച്ച് നന്നായിട്ട് പുളിയൊക്കെ കിട്ടാൻ വേണ്ടി. അതിന് പുറമെ നമ്മുടെ പുളി ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. എണ്ണ, പിന്നെ നമ്മുടെ കടുക്, ഇതുപോലെ പിന്നെ ഉലുവ, ഇതൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടും എന്താണ് കുറച്ചും കൂടെ കുറച്ച് ടേസ്റ്റും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ അത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ, സത്യാവസ്ഥയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റാണ്. എന്തിനാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇങ്ങനെ വട്ടത്തിൽ ഇത് നമ്മുടെ മുയലിന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ കറുമുറാന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറെ കഴിക്കും. അതിന് ശേഷം പിന്നെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു 10 പ്രാവശ്യം ഓടും. പിന്നെ വീണ്ടും വന്ന് പുള്ളി കഴിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്ട് ഞാൻ മുയലിൻ്റെ കേജൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളാണെങ്കിലും എന്ത് ബുദ്ധിയല്ലേ. അപ്പോൾ അത് തന്നെ ഇരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങാൻ പുള്ളിക്കാരന് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇപ്പോഴും സ്റ്റിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഫാമിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റുവാണ് പോവുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.